ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമുക്ക് നാളത്തെ +2 എക്കണോമിക്സ് ക്രിസ്മസ് എക്സാം തകർത്തെഴുതണ്ടേ? വേണം. അപ്പോൾ അതിന് നിങ്ങൾ 3 മാർക്കിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടി പഠിച്ചു വയ്ക്കണം. ഓൾറെഡി നമ്മൾ 8 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ചോദ്യങ്ങളും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതണം, നല്ല ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ പുറത്ത് പറയാൻ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ ആണ്, നിങ്ങൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ പഠിക്കണം. അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ED = ΔQ/ΔP × P/Q എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണേണ്ടത് നന്നായിട്ട് പഠിച്ചോളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഒരുപാട് ഡയഗ്രംസ് പഠിക്കാനുണ്ട്, പല തരത്തിലുള്ള ഡയഗ്രംസ് പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയഗ്രം ആണ് ഈ കാണുന്നത്. ഇത് കുറച്ച് തെറ്റിയിട്ടാണ് വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശരിയാക്കാൻ പഠിക്കുക. അതായത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് റവന്യൂ, ആ മാർജിനൽ കോസ്റ്റിൻ്റെ കേർവ്സ് നന്നായിട്ട് വരയ്ക്കാൻ പഠിക്കുക. തെറ്റായിട്ട് തന്നതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങളോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങളോട് ചോദിക്കും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും അതുപോലെ തന്നെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും, ഇത് രണ്ടും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണുള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. രണ്ടും U-ഷേപ്ഡ് കേർവ്സ് ആണ്. പിന്നെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കട്ട്സ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് അറ്റ് ദ മിനിമം പോയിന്റ് ഓഫ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് മക്കളെ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാൻ വിട്ടു പോകരുത്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവും. ഓക്കെ, പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് റവന്യൂ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചോളൂ. ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, മസ്റ്റായിട്ട് പഠിക്കാം. പെർഫെക്റ്റ് കോമ്പറ്റീഷനൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് പറയുന്നുണ്ട്. ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസും ഈ കാണുന്ന പ്രൈസ് ഇല്ലേ, ഈ കോളം കാണുന്ന പ്രൈസ്, ഈ പ്രൈസും അത് വിറ്റ ഔട്ട്പുട്ടും യൂണിറ്റ്സ് സോൾഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. ഓക്കെ, അതായത് 0 × 5, 1 × 5, പിന്നെ 2 × 5, 3 × 5, 4 × 5, 5 × 5 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഒരു കോളം ഈസി ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അതിനുശേഷം ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു വിറ്റ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് റവന്യൂ കിട്ടും. പിന്നെ ടോട്ടൽ റവന്യൂവിൻ്റെ ആ ഒരു ചേഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർജിനൽ റവന്യൂ കിട്ടും. വളരെ ഈസിയാണ് ആവറേജ് റവന്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചോളൂ, ഈസിയാണ്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ റവന്യൂ വരികയാണെങ്കിൽ എങ്ങനെയാണ് ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ എന്നുള്ളത് നന്നായിട്ട് പഠിക്കും. ഇപ്പോൾ ആദ്യത്തെ ഒരു കേസ് നോക്കാം. ആദ്യത്തെ കേസിൻ്റെ ടോട്ടൽ റവന്യൂ 0 × 5 എത്ര വരിക? 0 അല്ലേ വരിക. പിന്നെ ഈ ഒരു ആവറേജ് റവന്യൂ അതും നമുക്ക് 0 തന്നെയാണ് കിട്ടുക. മാർജിനൽ റവന്യൂ 0 തന്നെയാണ് കിട്ടുക. ആദ്യത്തെ ഫുള്ള് 0 ആയിരിക്കും. രണ്ടാമത്തെ നോക്കിയേ, ടോട്ടൽ റവന്യൂ 1 × 5. ഇപ്പോൾ ഇവിടെ എത്ര വരിക? 5. ടോട്ടൽ റവന്യൂ എത്രയായി? 5 ആയി. അടുത്തത് ആവറേജ് റവന്യൂ. ആവറേജ് റവന്യൂ നമ്മൾ എങ്ങനെയാണ് കാണുക? നമ്മൾ ഈ കാണുന്ന 5 ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ, ടോട്ടൽ റവന്യൂ നമുക്ക് 5 ആയിരിക്കും കിട്ടുക. അത് ഡിവൈഡഡ് ബൈ യൂണിറ്റ് സോൾഡ് ചെയ്തത്, അപ്പോൾ നമുക്ക് 5 കിട്ടും. മാർജിനൽ റവന്യൂ എന്ത് തന്നെയാണ് കിട്ടുക? 5 ആണ് കിട്ടുക. ചേഞ്ച് നോക്കുക, ഈ ടോട്ടൽ റവന്യൂവിൻ്റെ ചേഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാർജിനൽ റവന്യൂ കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ യൂണിറ്റ് സോൾഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് റവന്യൂ കിട്ടും. ടോട്ടൽ റവന്യൂവിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാർജിനൽ റവന്യൂ കിട്ടും. ഈസിയാണ്, നന്നായിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഐഡൻറ്റിഫൈ ദ മാർക്കറ്റ് സ്ട്രക്ചർ ഫ്രം ദ ഗിവൺ ടേബിൾ. ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അവിടെയാണല്ലോ ഈ രീതിയിലുള്ള യൂണിഫോം വരെ AR MR ഒക്കെ ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ വരുന്നത്, പ്രൈസൊക്കെ ഈക്വൽ ആവുന്നത്. അപ്പം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നാണ് ഇവിടെ നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നാണ് വരിക. റെഡി? പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എമർജൻസ് ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ്. അവിടെ നിങ്ങൾ ഗ്രേറ്റ് ഡിപ്രഷനെ കുറിച്ചും ക്ലാസിക്കൽ ഐഡിയാസ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്തതിനെ കുറിച്ചും ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറഞ്ഞിട്ടുള്ള JM കെയ്ൻസ് എഴുതിയ ബുക്കിനെ കുറിച്ചും
കെനീഷ്യൻ റവല്യൂഷനെ കുറിച്ചൊക്കെ ഒന്ന് എഴുതുക. ഇമ്പോർട്ടൻ്റ് ആണ് മാക്രോ എക്കണോമിക്സിൻ്റെ എമർജൻസ്. ക്ലിയർ അല്ലേ? പിന്നെ നിങ്ങൾ GDP, നോമിനൽ GDPയും റിയൽ GDPയും കാണാൻ പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ GDP ഡിഫ്ലേറ്ററും കാണാൻ പഠിക്കുക. എന്നാലേ നമുക്ക് GDP ഡിഫ്ലേറ്റർ കാണാൻ പറ്റുള്ളൂ. നോമിനൽ GDPയും റിയൽ GDPയും നമ്മുടെ ഡിഫറൻസ് പഠിക്കുക. കറണ്ട് ഇയറിലുള്ള പ്രൈസസ് ആണ് GDP അറ്റ് കറണ്ട് പ്രൈസ് ആണ്, കറണ്ട് ഇയർ പ്രൈസ് ആണ് നോമിനൽ GDP. ഓക്കെ, വാല്യൂ ഓഫ് GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ് ആണ് റിയൽ GDP. അത് നന്നായിട്ട് പഠിച്ച് വയ്ക്കുക. അതുപോലെ GDP ഡിഫ്ലേറ്റർ കാണാനുള്ള ഇക്വേഷൻ പഠിക്കുക. എന്താണ്? നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? GDP ഡിഫ്ലേറ്റർ കിട്ടും. അപ്പോൾ അത് ഒന്ന് ചെയ്യാൻ പഠിക്കുക. ഇവിടെ 1500 ഡിവൈഡ് ബൈ 1000 വരും. ആൻസർ 150 ആണ്. റെഡി? പിന്നെ നിങ്ങൾ ഈ കാണുന്ന സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, കാണാതെ അങ്ങ് പഠിച്ചു. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ എന്തായാലും വരും. അപ്പോൾ ഈ ഒരു ഡയഗ്രാം ഫില്ല് ചെയ്യാൻ പഠിക്കുക. ഈ ഡയഗ്രത്തിലെ ഓരോ ഭാഗങ്ങൾ നന്നായി പഠിക്കുക. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അതിൽ വീഡിയോസ് ഉണ്ട് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൻ്റെയൊക്കെ. അത് ഇരുന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു വിട്ടുവീഴ്ചയില്ല. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഒക്കെ കാണാനുള്ള ചോദ്യങ്ങളുണ്ടാവും, അതും ചെയ്ത് പഠിക്കുക. ക്ലിയർ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് 3 മാർക്കിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് മിസ് ചെയ്യണ്ട, നന്നായിട്ട് പഠിച്ചോ, ഉഷാറാക്കിക്കോ. ഓൾ ദി ബെസ്റ്റ്.